100 കറി വെക്കുന്നതിന് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി. അപ്പോൾ ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇതിന് ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, വാളംപുളി ഇത്രയാണ് ആവശ്യം. നമുക്ക് ഒരു ചോപ്പറിനകത്തിലോട്ട് ഇഞ്ചി ചിരണ്ടി നമുക്ക് ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കാരണം ഇഞ്ചി കൊത്തി എരിയുമ്പോൾ കൈ നീറ്റലുണ്ടാകത്തില്ലേ. ദാ ഇതുപോലെ ചോപ്പറിനകത്ത് വെച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനിയും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ തന്നെ വേണം ഇഞ്ചിക്കറിക്ക് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നമുക്ക് നന്നായിട്ട് വരട്ടി ഒരു ബ്രൗൺ കളറാവുന്നവരെ വരട്ടി എടുക്കുക. ഈ കളറാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടി ചേർത്ത് സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് പൊടിച്ച് എടുക്കാം. നമ്മൾ തീയലിന് അരയ്ക്കത്തില്ലേ, അതുപോലെ ദാ ഈ പരുവത്തിൽ കിട്ടും. ഇനിയും ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, അതായത് ഇഞ്ചിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലായിട്ടുള്ള കൂട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വരട്ടി എടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർക്കുക. ഇതിന് ശേഷം നമ്മൾ ഈ കറി ചീനിച്ചട്ടിയിൽ നിന്നും ഒരു വട്ടക്കലത്തിലേക്ക് മാറ്റി ഒഴിക്കണം. വട്ടക്കലത്തിൽ ഇഞ്ചി വെക്കുന്നതാണ്, കലത്തിലാണ് ഇഞ്ചി വെക്കുമ്പോൾ ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് ഉപ്പും ഇട്ട് അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന പരുവത്തിന് 1 സ്പൂൺ ശർക്കര കൂടി ചേർക്കുക. ആ ഇഞ്ചിയുടെ ക്രാണം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറിയാണ്. 100 കറികൾക്ക് തുല്യം ഒരു ഇഞ്ചിക്കറി മതിയെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.